നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെ വെറുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ സ്റ്റക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരാളുടെ വ്യക്തിത്വം അവർ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണെന്നാണ് മിക്ക ആളുകളുടെയും വിചാരം. പക്ഷേ സത്യം പറഞ്ഞാൽ അത് നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യക്തിത്വം നിങ്ങളുടെ ഇതുവരെയുള്ള ആവർത്തിച്ചുള്ള പ്രവൃത്തികളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ മടിയനാണ്, എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ നാണം കുണുങ്ങിയാണ്, എനിക്കൊരു വിലയില്ല, അല്ലെങ്കിൽ ഞാനൊരു പരാജയമാണ് എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ സ്വയം മാറാൻ നിങ്ങൾ ആ പഴയ കഥ മനസ്സിൽ ആവർത്തിക്കുന്നത് നിർത്തണം. എന്നിട്ട് പുതിയൊരെണ്ണം എഴുതുകയും അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നത് വരെ ആവർത്തിക്കുകയും ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് ആത്മവിശ്വാസം വരുന്നത് വരെ കാത്തിരിക്കരുത്. ആത്മവിശ്വാസമുള്ള ഒരാളെ പോലെ ഇപ്പോൾ തന്നെ പെരുമാറാൻ തുടങ്ങണം. അതായത് എങ്ങനെയുള്ള ഒരാളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതുപോലെ പെരുമാറുക. അതുപോലെ വസ്ത്രം ധരിക്കുക, അതുപോലെ സംസാരിക്കുക. ചിന്തകളിലൂടെയല്ല, പെരുമാറ്റത്തിലൂടെയാണ് തലച്ചോറ് സ്വയം മാറുന്നത് എന്ന് മനസ്സിലാക്കുക. തുടക്കത്തിൽ നിങ്ങൾക്കിത് വെറും അഭിനയിക്കുന്നത് പോലെയൊക്കെ തോന്നിയാലും ഇത് കണ്ടിന്യൂ ചെയ്യുക. കാരണം വ്യത്യസ്തമായി ചിന്തിക്കുന്നതിലൂടെയല്ല നിങ്ങൾ പുതിയൊരാളാകുന്നത്, സ്ഥിരമായി വ്യത്യസ്തമായി പെരുമാറുന്നതിലൂടെയാണ്. പഴയ വഴികൾ ഉപേക്ഷിക്കുക. പഴയ കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ പുതിയൊരു തുടക്കം നടക്കില്ല. സോ പഴയ ശീലങ്ങൾ, പഴയ സുഹൃത്തുക്കൾ, പഴയ സ്ഥലങ്ങൾ, പഴയ ചിന്താഗതികൾ ഇതെല്ലാം ഉപേക്ഷിക്കണം. വെറുതെ ഉപേക്ഷിക്കുന്നതല്ല, പഴയതിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. ഇത് നിങ്ങളുടെ വളർച്ച നിർബന്ധമാക്കും. സുഖസൗകര്യങ്ങളിലൂടെയല്ല വ്യക്തിത്വം മാറുന്നത്, അത് മാറാൻ കാണിക്കുന്ന ധൈര്യത്തിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ചെറുതാക്കുന്ന എന്തിൽ നിന്നും മാറി നടക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്വയം വെറുക്കുന്നില്ല. സ്വയം ഒതുങ്ങിപ്പോയ, നിങ്ങളുടെ കഴിവുകൾക്ക് തിളക്കം കുറച്ച, നിങ്ങൾ എന്തായിത്തീരാൻ കഴിയുമെന്ന് മറന്നുപോയ നിങ്ങളുടെ ആ പഴയ രൂപത്തെയാണ് നിങ്ങൾ ഇപ്പോൾ ശരിക്കും വെറുക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം സ്വയം മാറുന്നത് ഒരു കലയാണെന്നും അത് ആർക്കും പഠിക്കാൻ കഴിയുമെന്നും. സോ മാറാനായുള്ള ഊർജം നേടുക, മാറാനുള്ള വഴിയിൽ സ്ഥിരതയോടെ തുടരുക. അങ്ങനെ നിങ്ങളുടെ കഴിവുകൾ വിരിയുന്നതും ജീവിതം മാറുന്നതും സ്വയം കൺമുമ്പിൽ കാണുക.